സുമൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്, ചേർത്തലയിൽ. ഞാൻ എന്താണ് ഈ ലൈവ് വന്നതെന്ന് ഓർത്തു കഴിഞ്ഞാൽ, ധൻബാദ് ആലപ്പി വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് ഇന്നലെ വൈകിട്ട് ഒരു 11:30 12-നാണ് ചെന്നൈയിൽ നിന്ന് കയറുന്നത്. മാക്സിമം ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം. ഈ ട്രെയിൻ നിറച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, കംപ്ലീറ്റ് ബീഹാർ ആൾക്കാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കാല് കുത്താൻ പോലും ഈ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ക്രൗഡായിരുന്നു. അത്രയും ക്രൗഡെന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ്. ഒരു മനുഷ്യൻ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും പാരൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റിസൺ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ, ഈ ധൻബാദ് ആലപ്പി വണ്ടിയിൽ കയറുകയാണെങ്കിൽ, അവർ ബുക്ക് ചെയ്ത ടിക്കറ്റുമായിട്ടാണ് കയറുന്നതെങ്കിൽ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ ഈ ഒരു ട്രെയിനിൽ, ധൻബാദ് ആലപ്പി ട്രെയിനിൽ. ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അമ്പിളി സുമയെന്ന ഒരു സഹോദരി ചെന്നൈയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചെടുത്ത ഒരു ലൈവ് വീഡിയോയുടെ പ്രസക്തമായ ചെറിയ ഭാഗങ്ങളാണ് കണ്ടത്. അവർ പറയുന്നത്, ട്രെയിനിൽ വളരെയധികം തിരക്കുണ്ടായിരുന്നു. ഉത്തരേന്ത്യക്കാരായിട്ടുള്ളവർ, മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ വിശദീകരിച്ചിട്ട് 10 മിനിറ്റോളം നേർന്ന ഒരു വീഡിയോയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് 2-3 പ്രാവശ്യം എന്നിലും അത് എത്തപ്പെട്ടു. പലരും അത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ റെയിൽവേ മന്ത്രിയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവരത് ഉപയോഗിക്കുകയും ചെയ്തു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണെന്ന കാര്യം അത് നമുക്ക് അറിയണ്ടേ. നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ മലയാളികൾ, നമ്മളെ സംബന്ധിച്ച് യാത്രാ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ അധികവും. ഇപ്പം ഡൽഹിയിലോ ബോംബെയിലോ പോകണമെങ്കിൽ മുൻകൂട്ടി റിസർവേഷൻ ചെയ്യണം. അല്ലെങ്കിൽ അത്തരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ വിമാനമാർഗമോ കാർ മാർഗമോ അല്ലെങ്കിൽ ബസ് മാർഗമോ സൗകര്യപ്രദമായിട്ടേ നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ യാത്രകൾ ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ യാത്ര മാറ്റിക്കൊണ്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ട്രെയിനകത്ത് കയറി, ഇപ്പം ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ പറയുകയും വേണ്ട. അവർ വർഷങ്ങളായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുടുംബസമേതം ഭാര്യയും മക്കളും കുട്ടികളും വൃദ്ധരായവരും എല്ലാവരും കൂടെ ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്ലാറ്റ്ഫോമിന്റെ ഏതെങ്കിലും ഭാഗത്ത് കിടക്കുകയോ ഇരിക്കുകയോ, സീറ്റ് വേണമെന്നില്ല, അവരങ്ങ് കിടക്കുകയാണ്. 6, 7, 8 മണിക്കൂർ പോകേണ്ട സ്ഥലത്തേക്ക് എന്നിട്ട് അവർ ആ സ്ഥലമാകുമ്പോൾ എണീറ്റ് അവർ ഇറങ്ങിപ്പോകുന്ന കാണാം. നമുക്ക് തറയിൽ അവിടെ നിന്ന് ഇരിക്കാൻ പോലും മടിയായിരിക്കും. സീറ്റില്ലെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കും. അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സീറ്റ് വേണം. ഇത്തരം കാഴ്ചകൾ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയും ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ബോംബെ, ഡൽഹിയിലൊക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്തൊക്കെ ഇത്തരം തിക്തമായ അനുഭവങ്ങൾ കാണുവാനും കേൾക്കുവാനും ഒക്കെ ഉണ്ടായപ്പോൾ എന്താണ് ഇതിന് പരിഹാരമുണ്ടാത്തത്, എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഇനി നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിൻ, നമ്മൾ പോകുന്ന ട്രെയിനിന്റെ ഇടത്ത് സൈഡിലോ വലത്ത് സൈഡിലോട്ടോ നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അവിടെ എല്ലാം പുതിയ റെയിൽവേ പാളങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. ആ റെയിൽവേ പാളം പണിയുന്നത് മാത്രമല്ല, റെയിൽവേ പാളത്തിന് പാലങ്ങൾ വേണം. പല മലകൾ ഇടിക്കാൻ, ബോംബെയിലോട്ട് കൊങ്കൺ ഭാഗത്തോട്ട് പോയാൽ അവിടെ മലകൾ, തുരങ്കങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേ കണക്ക് നിരവധി പാലങ്ങൾ വേണം. ഞാൻ ആ യാത്രയിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ റെയിൽവേ, പുതിയതായിട്ട് റെയിൽവേ പാളങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത്തരം നമ്മളൊരു വിമാന സർവീസ് വേണമെങ്കിൽ പെട്ടെന്നൊരു വിമാനം, അധികം 2 വിമാനം അങ്ങോട്ടേക്ക് സർവീസ് നടത്താം. ഒരു ബസ് യാത്ര വേണമെങ്കിൽ 2, 3, 5 ബസ്സോ 10 ബസ്സോ 100 ബസ്സോ മേടിച്ചങ്ങ് നിർത്താൽ മതി. ബസ് ആ പോകുന്ന റോഡിൽ കൂടെ തന്നെ അങ്ങ് പൊയ്ക്കോളും. പക്ഷേ ട്രെയിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു 2, 3 ട്രെയിൻ ഉണ്ടാക്കി വിടാൻ പറ്റത്തില്ല. അതിന് സൗകര്യപ്രദമായി പോകാനുള്ള പാളങ്ങൾ വേണം. ഇത്തരം സൗകര്യങ്ങൾ കഴിഞ്ഞ 50 വർഷത്തോളം രാജ്യം ഭരിച്ച പലരും അതിന് മുൻകൈ എടുക്കുകയോ അത് നടപ്പിലാക്കാൻ ഒരു ശ്രമം പോലും നടക്കിയിട്ടില്ലാത്ത പരിതാപകരമായ ഒരു കാര്യമാണ് ഈ യാത്രക്കാരുടെ ദുരിതം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മുൻകാലങ്ങളിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്നിട്ടുണ്ട്, ലല്ലു പ്രസാദ് യാദവ് ഇരുന്നിട്ടുണ്ട്, മൻമോഹൻ സിംഗ് ഇതിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വഹിച്ചിട്ടുണ്ട്. അത്തരം മറ്റ് പല മന്ത്രിമാരും, ഏതാണ്ട് 10-15ഓളം മന്ത്രിമാർ വഹിച്ചിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ രാജ്യത്ത് 1800
58 കൂടിയാണ് നമ്മുടെ രാജ്യത്ത് റെയിൽവേ വരുന്നത്. അത് കണക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ജനങ്ങൾ ഏതാണ്ട് 5000 കോടി ജനങ്ങളാണ് ഒരു വർഷം ഇതേ കണക്ക് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് നല്ല വരുമാനമുള്ള ഒരു കാര്യം തന്നെയാണ് റെയിൽവേ. പക്ഷേ എന്തുകൊണ്ട് യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാകുന്നില്ല? അതേ കണക്ക് നമ്മുടെ കൊല്ലം ജില്ലയിൽ, ഞാനിപ്പോൾ കൊല്ലത്തായതുകൊണ്ട് പറയാവുന്നത്, കൊല്ലത്തെ ഏകദേശം 8-10 റെയിൽവേ ക്രോസുകളെല്ലാം തന്നെ റെയിൽവേ മേൽപ്പാലങ്ങളാക്കുകയാണ്. ഇരവിപുരം, അതേ കണക്ക് കുണ്ട്ര, പള്ളിമുക്ക്, കരുനാഗപ്പള്ളി, അതേ കണക്ക് നിരവധി സ്ഥലങ്ങളിൽ റെയിൽവേയുടെ മേൽപ്പാലങ്ങൾ പണിയാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു കൊടുക്കൽ അത്തരത്തിൽ വല്ല ഉദാസീനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഏത് സ്ഥലത്തും രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് പോകണമെങ്കിലും റിസർവേഷൻ ടിക്കറ്റിൽ അന്ന് ചെന്നാൽ അന്നേരം തന്നെ എടുത്തു പോകാൻ പറ്റുന്ന, ഫ്ലൈറ്റിന് സമാനമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടിക്കറ്റുകൾ നമുക്ക് എടുത്തു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ആ സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ലെവൽ ക്രോസ് പൊക്കാൻ പറ്റത്തില്ല, അടഞ്ഞു തന്നെ കിടക്കും. നിരന്തരം ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് റെയിൽവേ മേൽപ്പാലങ്ങൾ ഇപ്പോൾ പണിയാനായിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കൊല്ലത്ത് 4-5 സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിന്റെ പണികൾ പുരോഗതി ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. കാരണം സംസ്ഥാനത്ത് ആ സർക്കാർ ഉത്തരവാദിത്തപരമായിട്ട് അതിന് ഫണ്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചെറിയ തുകകൾ കേന്ദ്രം കൊടുക്കുന്നതിന് അനുസൃതമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ പണികളെല്ലാം അവിടെ നിൽക്കും. ഇതുകൊണ്ടുള്ള കുഴപ്പം ജനങ്ങൾ ബുദ്ധിമുട്ടും. അന്നേരം ലെവൽ ക്രോസ് അടച്ചിടുമ്പോൾ അന്നത്തെ രാജ്യം ഭരിക്കുന്ന ഏത് മന്ത്രിയാണോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. എന്തായാലും 2-3 വർഷത്തിൽ ഈ പ്രധാനമന്ത്രി, ഈ നരേന്ദ്രമോദി സർക്കാരിൽ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടാവും. ഈ ട്രെയിൻ എല്ലാം കൂടെ വന്നു ചേരുന്ന സ്ഥലങ്ങൾ, കൊല്ലം പോലെ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം, തിരുവനന്തപുരം, ഇത്തരം റെയിൽവേ സ്റ്റേഷനുകൾ വളരെ വിപുലമായിട്ട് പുരോഗമിക്കുകയാണ്. ഇത് നമ്മൾ കാണുന്നത് എന്തിനു വേണ്ടി ഇപ്പം പോകുന്ന ട്രെയിൻ അത് എന്തിനാണ് ഇത്രയും 350, 400, 500 കോടികൾ കൊടുത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ പുതുക്കുന്നത്? എന്തിനാണ് ലെവൽ ക്രോസ് പണിയുന്നത്? ഈ ട്രെയിൻ എല്ലാം പണിഞ്ഞ് കൊണ്ടിരിക്കുന്ന പുതിയ രീതിയിലും വന്ദേ ഭാരത് പോലെ വളരെ നല്ല രീതിയിലുള്ള പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള യാത്രാ സൗകര്യമുള്ള ട്രെയിനുകൾ ഉണ്ടാക്കുകയാണ്. ഈ ട്രെയിനുകൾ ഉണ്ടാക്കിയാൽ പോരെ, പാളം ഉണ്ടാക്കണ്ടേ? എത്രയോ കിലോമീറ്റർ കണക്കിന് പാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഞാൻ ബോംബെ പോയപ്പോഴും ഡൽഹി പോയപ്പോഴും നിങ്ങൾ ഈ പറയുന്ന വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പോകുന്ന വഴികൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുതിയതായിട്ട് റെയിൽവേ പാളങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും പണി പൂർത്തിയാകുന്നതും ഒക്കെ കാണാൻ കഴിയും. 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. അന്നേരം ഇന്നും കഴിഞ്ഞ ദിവസം ഇന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ അദ്ദേഹം നിർദ്ദേശിച്ച വഴിക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു. ഇത്തരത്തിലെ MP-മാരും അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും. പക്ഷെ എന്ത് അവകാശവാദം ഉന്നയിച്ചാൽ തന്നെയും ഇതിന്റെ ആത്യന്തമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വർഷക്കണക്കിന് പ്രഗത്ഭരായവർ ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരമുള്ളവർ ആ ക്യാബിനറ്റ് മന്ത്രി റെയിൽവേ മന്ത്രാലയത്തിൽ അനുസരിച്ച് ഭരണം നടത്തിക്കൊണ്ടിരുന്നിട്ട് ഈ ജനങ്ങളുടെ യാത്രയെക്കുറിച്ച് ബോധവാന്മാരായാലും അതിനുവേണ്ട ഒരു കാര്യം ചെയ്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഈ യുവതിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ ദയനീയകരമാണ്. അതിനെന്താ ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് DYFI-ക്കാർ അവർ കൊടിയും പിടിച്ച് സമരം നടത്തി ട്രെയിൻ തടയാൻ പോയി. യാത്രാ ദുരിതം. പക്ഷെ അവരുടെ നേതാക്കന്മാർ ബുദ്ധിമാന്മാരാണ്. അവർ മനസ്സിലാക്കി കഴിഞ്ഞു 2 കൊല്ലം കഴിയുമ്പോൾ ഈ ദുരിതത്തിന് അറുതി വരും, ആവശ്യത്തിന് റെയിൽ ഗതാഗതം ഉണ്ടാവും. ഞങ്ങൾ സമരം ചെയ്താണ് ഇത് മേടിച്ചതെന്ന് വരുത്താൻ വേണ്ടി മാത്രമാണ് അത്തരത്തിൽ ഒരു 6 മാസത്തിന് മുമ്പ് അവർ സമരം. ഇനി അവർ നിരന്തരം ഒരു 2, 3, 4 സമരം നടത്തും, ട്രെയിൻ തടയും, യാത്രാ ദുരിതത്തിനെതിരെ. കാര്യം ഈ രാജ്യം പുരോഗതിയിലേക്കും റെയിൽവേ പാളം മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. റെയിൽവേ പാളം ഇല്ലാതെ ട്രെയിൻ ഓടാൻ പറ്റത്തില്ല, ട്രെയിൻ ഇല്ലാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള ട്രെയിനിൽ ജനറൽ ബോഗി ആവട്ടെ, മറ്റുള്ള ഇപ്പോൾ വന്ദേ ഭാരത് വളരെ സൗകര്യപ്രദമായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വേണ്ടുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളെ കണ്ണടച്ച് കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് നാളോട്ട് പറയണമെങ്കിൽ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഈ യുവതി വളരെ വിഷമിച്ചിട്ട് ദുഃഖപരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. യാത്രാ സൗകര്യം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താൽ AC ആയാലും അല്ലാത്ത കമ്പാർട്ട്മെന്റിൽ പോലും അവിടെ ഈ ജനങ്ങൾ കയറി വരും. ആ പ്രദേശത്തുള്ളവർ രാത്രികാലങ്ങളിൽ TTRയുടെ വളരെ ശ്രദ്ധ കുറവുണ്ട്. പക്ഷേ അവരും ശ്രദ്ധ ചെലുത്തി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണം മുൻകാലങ്ങളിൽ ഈ രാജ്യം ഭരിച്ച സർക്കാരിന്റെ നിരുത്തരവാദം അവർ മുൻകൂട്ടി കാണാതെ റെയിൽവേ വികസനം ഉണ്ടാക്കാതെ റെയിൽവേ പാളങ്ങൾ ആ ലാഭം മേടിച്ചു കൊണ്ടുപോയി, യാത്രക്കാരിൽ നിന്ന് ലാഭം മേടിച്ചു കൊണ്ടുപോയതിന്റെ ഫലമാണ് ഇത്തരത്തിൽ ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട്
രാജ്യം പുരോഗതിയുടെ പാതയിലാണ്. ഇത്തരം സഹോദരിമാരുടെ ദുഃഖങ്ങളെല്ലാം 1-2 കൊല്ലത്തിനകത്ത് തന്നെ മാറുവാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു പുളകിതമായ അല്ലെങ്കിൽ അവരെ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ അതിന്റെ യഥാർത്ഥ സത്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളുമായിട്ട് ഇത്രയും കാര്യം എൻ്റെ അറിവിൽ തോന്നി. ഞാൻ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. നന്ദി.